വളരെ എളുപ്പത്തിൽ പ്രസാദിക്കുന്ന ദേവനായാണ് പരമശിവനെ കണക്കാക്കുന്നത്. ദിവസവും ശിവലിംഗത്തിൽ വെള്ളം സമർപ്പിച്ചാൽ തന്നെ ശിവനെ പ്രീതിപ്പെടുത്താൻ ഭക്തർക്ക് സാധിക്കും. ബാഹ്യരൂപത്താൽ ഉഗ്രമായ ശിവൻ ഉള്ളിൽ വളരെ നിഷ്കളങ്കനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഭോലേനാഥ് എന്നും അറിയപ്പെടുന്നത്. എന്നിരുന്നാലും പരമശിവൻ ഒരിക്കലും പൊറുക്കാത്ത ചില പാപങ്ങളുണ്ട്. ഹിന്ദു മതത്തിൽ അത്തരം ചില വലിയ പാപങ്ങളെ പരാമർശിക്കുന്നു. അവ ചിന്തകളിലൂടെയോ സംസാരത്തിലൂടെയോ പ്രവൃത്തിയിലൂടെയോ ചെയ്യുന്നത് ശിവന്റെ കോപത്തിന് പാത്രമാക്കും. അതിൻ്റെ പാപഫലങ്ങൾ വളരെ കഠിനവുമായിരിക്കും. വേദങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന പരമശിവനെ കോപപ്പെടുത്തുന്ന അത്തരം പാപങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മറ്റൊരാളുടെ സമ്പത്ത് ആഗ്രഹിക്കുന്നത്. മറ്റൊരാളുടെ പണം ദുരുപയോഗം ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത്. നിങ്ങൾ ഒരിക്കലും കടം വാങ്ങിയ പണം തിരികെ നൽകാൻ മറക്കരുത്. മറ്റൊരാളുടെ പണത്തിൽ ഒരാൾ ഒരിക്കലും കണ്ണുവെക്കരുത്. ഇത് ശിവന്റെ അപ്രീതിക്ക് കാരണമാകുന്നു. മറ്റുള്ളവർക്കെതിരെ മോശം കാര്യങ്ങൾ ചെയ്യുന്നത്. മറ്റുള്ളവർക്കെതിരെ തിന്മ ചെയ്യുന്നത് ശിവന് ഇഷ്ടമല്ല. മറ്റുള്ളവർക്കെതിരെ ദുഷിച്ച പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും മറ്റുള്ളവരുടെ സന്തോഷം നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരെ ഒരിക്കലും ശിവൻ സംരക്ഷിക്കില്ല. തന്നെ പോലെ നിരപരാധികളായ ആളുകളെ ശിവൻ ഇഷ്ടപ്പെടുന്നു. മറ്റൊരാളുടെ ഭാര്യയെ ആഗ്രഹിക്കുന്നത്. മറ്റൊരാളുടെ ദാമ്പത്യ ജീവിതം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് മഹാപാപമായാണ് ശിവൻ കണക്കാക്കുന്നത്. ഒരാൾ മറ്റൊരാളുടെ ഭാര്യയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കരുത്. മറ്റുള്ളവരുടെ ബന്ധത്തിൽ ഏതെങ്കിലും വിധത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ശ്രമിക്കരുത്. മോശം പാതയിൽ നടക്കുന്നത്. ചില ആളുകൾക്ക് ദുഷ്പ്രവർത്തികളോടോ സമൂഹത്തിൽ ശല്യം സൃഷ്ടിക്കുന്നതിനോ ഒരു പ്രത്യേക ചായവുണ്ട്. ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ പരമശിവന് ഇഷ്ടമല്ല. അത്തരം പ്രവർത്തികൾ ദൈവകോപം വിളിച്ചു വരുത്തുന്നു. സ്ത്രീകളെ അപമാനിക്കുന്നത്. സ്ത്രീകളെ അപമാനിക്കുന്നത് ലക്ഷ്മി ദേവിയെ അസന്തുഷ്ടയാക്കുന്നു. അങ്ങനെ ലക്ഷ്മി ദേവി നിങ്ങളുടെ വീട് വിട്ടു പോകും എന്നും ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നു. സ്ത്രീകളെ അപമാനിക്കുന്നത് പരമശിവനും ഇഷ്ടമല്ല. സ്ത്രീകളെ ബഹുമാനിക്കാത്ത വീട്ടിൽ ഒരു ദൈവവും നിൽക്കില്ല. ചിലർ അറിവില്ലായ്മ കൊണ്ട് വൃത്തികെട്ടതും മോശമായതുമായ അഭിപ്രായങ്ങൾ സ്ത്രീകൾക്ക് നേരെ തൊടുക്കുന്നു. അത് അവരെ അപമാനിക്കുക മാത്രമല്ല, ശിവനെ അപ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നു. മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്നത്. തന്നെപ്പോലെ നിഷ്കളങ്കരായവരെയാണ് ശിവന് ഇഷ്ടം. സമൂഹത്തിൽ മറ്റൊരാളുടെ അന്തസ്സും ബഹുമാനവും നശിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് ശിവനെ രോഷാകുലനാക്കും. മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്നത് ശിവന്റെ കണ്ണിൽ പാപമായി കണക്കാക്കുന്നു. മറ്റുള്ളവർക്കെതിരെ നുണകൾ പറയുന്നതും കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നതും ശിവന്റെ കണ്ണിൽ തെറ്റാണ്. ഒരു വ്യക്തിയുടെ പുറകിൽ നിന്ന് അവനെതിരെ സംസാരിക്കുന്നതും തെറ്റാണ്. ഭക്ഷിക്കാനായി മൃഗങ്ങളെ കൊല്ലുന്നത് പോലുള്ള പ്രവർത്തികൾ ഹിന്ദുമതമനുസരിച്ച് ശിവന്റെ ദൃഷ്ടിയിൽ മറ്റൊരു പാപമാണ്. ഭക്ഷണത്തിനായി മൃഗങ്ങളെ കൊല്ലുന്നത് പരമശിവനെ അപ്രീതിപ്പെടുത്തുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇതുപോലുള്ള അക്രമ പ്രവർത്തനങ്ങൾ ശിവന് ഇഷ്ടമല്ല. മദ്യം, മയക്കുമരുന്ന് മുതലായവയ്ക്ക് ഭക്തർ അടിമയാകുന്നതും ശിവന് ഇഷ്ടമല്ല. അത് ഒരാളുടെ ശരീരത്തെ നശിപ്പിക്കുകയും അങ്ങനെ അവനവന്റെ ജീവിതം നശിപ്പിക്കുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിൽ നിന്നോ മറ്റാരിൽ നിന്നെങ്കിലോ പണമോ സ്വത്തോ അപഹരിക്കുന്നതും ശിവന് അപ്രീതിപ്പെടുത്തുന്നു. മുതിർന്നവരെ അനാദരിക്കൽ. മാതാപിതാക്കളെയും അധ്യാപകരെയും അധിക്ഷേപിക്കുകയോ അവരെ വിമർശിക്കുകയോ ചെയ്യുന്നത് ശിവന്റെ കോപത്തിന് കാരണമാകുന്നു. സന്യാസിമാരെയും ഒരിക്കലും അനാദരിക്കാൻ പാടില്ല. പരമശിവന്റെ ദൃഷ്ടിയിൽ മറ്റു ചില പാപങ്ങൾ അവിഹിത ബന്ധം പുലർത്തൽ, പശുത്തൊഴുത്ത് തകർക്കൽ, കാട് കത്തിക്കൽ തുടങ്ങിയവയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.